വളരെ ആസൂത്രിതമായാണ് നടക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ വന്നല്ലോ. നേരത്തെ ബഹുമാനായ ധനമന്ത്രി SIR-നെ പറ്റി പറഞ്ഞില്ലേ? കേരള ഗവൺമെന്റാണ് SIR നടപ്പാക്കുന്നതല്ലേ പറഞ്ഞത്. സർ, നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഈ രാജ്യത്ത് പൗരത്വ നിയമ ഭേദഗതി വന്നപ്പോൾ ആ പൗരത്വ രജിസ്റ്റർ NPR ആ കാര്യത്തിൽ നമ്മൾ മാത്രമല്ലേ ഈ സംസ്ഥാനത്ത് അത്തരമൊരു രജിസ്റ്റർ ഉണ്ടാക്കില്ല എന്ന് പ്രഖ്യാപിച്ച ഏക സംസ്ഥാനം? ഈ രാജ്യത്ത് ഏതെങ്കിലും സംസ്ഥാനത്തിന് അങ്ങനെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞോ? സാർ, അത്തരം കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമല്ലേ LDF-ന്? ഒരു തരത്തിലുള്ള ഉദാസീനതയുമില്ലാലോ. പൂർണ്ണമായും നമ്മുടെ നാടിന്റെ ചരിത്രത്തിന്റെ ഭാഗമായി തന്നെ LDF സ്വീകരിച്ചു വന്ന നിലപാടുകളുണ്ടല്ലോ. അത് ന്യൂനപക്ഷങ്ങളെ കൈയൊഴിയലല്ലോ. ന്യൂനപക്ഷങ്ങൾക്ക് ആശങ്കയുയരുന്ന ഘട്ടത്തിൽ ആ ന്യൂനപക്ഷത്തെ ചേർത്ത് പിടിക്കുന്ന സമീപനമല്ലേ സ്വീകരിച്ചിട്ടുള്ളത്? സർ, അതുകൊണ്ടല്ലേ ഈ 10 വർഷക്കാലം നമ്മുടെ സംസ്ഥാനത്ത് ഒരു തരത്തിലുള്ള വർഗീയ കലാപമോ വർഗീയ സംഘർഷമോ ഇല്ലാത്തത്? എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? എല്ലാ വർഗീയ ശക്തികളെയും ഒരേ തരത്തിലാണ് കാണുന്നത്. വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം. ആ സമീപനം സ്വീകരിക്കാൻ പ്രതിപക്ഷത്തിന് കഴിയോ? അവരതിന്റെ കൂടെ ചാരി നിൽക്കുകയല്ലേ? ഏതെങ്കിലും ഒന്നിന്റെ കൂടെ ചാരി നിൽക്കുകയല്ലേ? ഏതെങ്കിലും ഒരു വർഗീയതയുടെ കൂടെ ചാരി നിന്നാൽ വർഗീയ പ്രശ്നങ്ങൾ അവസാനിക്കുമോ? വർഗീയതയെ വർഗീയതയായി കണ്ടുകൊണ്ട് നേരിടണം. അതുകൊണ്ടാണ് ഈ 10 വർഷക്കാലം തികഞ്ഞ ശാന്തിയും സമാധാനവും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നത്. സർ, വർഗീയ സംഘർഷം മാത്രമല്ല, ചില മതവിഭാഗങ്ങളിൽ ചില വ്യത്യസ്ത അഭിപ്രായങ്ങളുടെ മേലെ ഒരുപാട് പ്രശ്നങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് അതിന് ഏതെല്ലാം തരത്തിലുള്ള ശമനം വന്നു, എന്തെല്ലാം മാറ്റങ്ങൾ വന്നു. ഇപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കേൾക്കേണ്ടതായി വരുന്നുണ്ടോ? സർ, അതൊക്കെ LDF-ന്റെ പ്രത്യേകതയാണ് എന്ന് നാം കാണണം. അപ്പോ അത്തരം കാര്യങ്ങളെ വക്രീകരിക്കാൻ നുണകൾ പ്രചരിപ്പിക്കുക. യാഥാർത്ഥ്യം നാട്ടുകാരുടെ മുന്നിൽ എത്തുമ്പോഴേക്ക് നുണ നല്ലതുപോലെ വ്യാപിച്ചു കഴിയുമല്ലോ. സത്യം ചെരിപ്പിടുമ്പോഴേക്ക് നുണ ലോകം ചുറ്റിക്കഴിയുന്നല്ലേ ഒരു ചൊല്ല്. അതിന് വരെ ഗീബൽസിനെ തോപ്പിച്ചിരിക്കുകയാണ്. ഗീബൽസിനേക്കാളും മിടുക്കരായി മാറിയിരിക്കുന്നു. ആ തരത്തിലാണ് നുണകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ